മീഡിയ എല്ലാവരും റെഡിയാകുമ്പോൾ ഒന്ന് പറയണേ. സാങ്കേതിക പ്രവർത്തകരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് കിഷ്കിന്ധയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് ഏതാണ് ഏതിനേക്കാൾ വലുത് ചെറുതെന്നുള്ളത് എൻ്റെ കയ്യിലല്ലായിരുന്നു. എനിക്ക് ഇത് രണ്ടും കിഷ്കിന്ധയുടെ പോലും ഷൂട്ടിന് മുന്നേ എഴുതി കഴിഞ്ഞതായിട്ടുള്ളതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ആദ്യം മലയാളത്തിൽ കാണുന്നത് അതെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു, അത് ഇതിൻ്റെ ഡോക്ടർ ട്രെയിനർ ജിജേഷ് ഭായി പുള്ളിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. നമുക്ക് ആവശ്യമുള്ള ഐഡിയ അവരെടുത്ത് പറയും ഇങ്ങനെ വേണം, ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ ചാടണം, ചവിട്ടണം, അതിന് മുന്നേ ആദ്യം ഒരു കടിക്കണം, സെക്കൻഡ് ഡോഗ് വന്ന് ഇങ്ങനെ ചവിട്ടണം എന്നൊക്കെയുള്ളത് നമ്മുടെ നെസസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടറെ ജിജേഷ് ഭായിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇപ്പോൾ ഡോഗ് ഒരിക്കലും അഭിനയിക്കില്ല. അപ്പോൾ ഡോഗ് ഒറിജിനലായിട്ട് ചെയ്യുന്ന ഡോഗിനെ അറിയണം. ഒറിജിനലായിട്ട് ആ ആക്ഷൻ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതിന് ജിജേഷ് ഭായിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ ഹാക്കുകളും പരിപാടികളുണ്ട്. അപ്പോൾ ഓരോ ഈ പറയുന്ന ഈ സിനിമയിലെ ഓരോ ഡോഗിനെ കൊണ്ട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകളും ഉണ്ട്. ഡോഗിനെ കൊണ്ട് റിയൽ ആയിട്ട് പുള്ളി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് എനിക്ക് പുള്ളിയായിട്ട് എന്തായാലും ഇന്ററാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പുള്ളിയുടെ സന്തോഷം. നമ്മൾ ഇതാണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് നമ്മുടെ മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ നെക്സ്റ്റ് സിനിമ ഇതേ കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്യണം, ഇതിൽ നല്ല റെസ്പോൺസ് കിട്ടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലും നമുക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് സന്തോഷം തോന്നുന്നു. സന്ദീപ് തന്നെയാണ് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേറെ ആരുടെയും ചോയ്സ് എടുക്കാറുണ്ടോ? കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര ഒരു ബെസ്റ്റ് ഹിറ്റ് ആവാനുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണ്, അതോ ആരാരുടെയും ചോദിക്കാറുണ്ട്? ഇല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് എന്താ പറയുക ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയൊക്കെ. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ടേസ്റ്റിന്റെ ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ ബ്രോന് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ജഡ്ജ് ചെയ്യാൻ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും ചിലപ്പോൾ മാച്ച് ആവത്തില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാം ചെയ്യുന്നത്. താങ്ക് യു. സോറി ഫോർ ബീങ് ലേറ്റ്. ഷൂട്ട് ഉണ്ടായിരുന്നു, ഇരുന്നൊരു ഷൂട്ട് കിട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടി വരുമായിരുന്നു. താങ്ക് യു. എന്താ പറയേണ്ടതെന്നുള്ളതാണ് സന്തോഷം. ഇപ്പോഴത്തെ റിവ്യൂസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും കോൾസ് വരിക ആൻഡ് ബീങ് പാർട്ട് ഓഫ് ദിസ് ടീം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുക, രഞ്ജിത്തേട്ടൻ, ബാബുജി ആൻഡ് സീനിയേഴ്സ്, ഞാൻ കൊച്ചിലെ കണ്ട വിനീതേട്ടൻ്റെ കൂടെ അങ്ങനത്തെ ഒരു പടം ഷെയർ ചെയ്യാൻ പറ്റുക, വിനിച്ചേട്ടൻ്റെ കൂടെ, നരേഞ്ചേട്ടൻ്റെ കൂടെ, അപ്പം ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. ഒരു മനുഷ്യനുണ്ടായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട്. അദ്ദേഹം കൂടി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹായ്, നമസ്കാരം. ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്. ആദ്യമായി സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നൊരു പേടിയാണ്, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും, എവിടെ ഷൂട്ട് ചെയ്യും. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നിപ്പോൾ തിയേറ്ററിൽ നിന്ന് ആ പടം കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞിട്ട് ഇറങ്ങിയത്. കാരണം ഒരിക്കലും സാധ്യമാവാത്ത കുറേ സാധനങ്ങളായിരുന്നു ബാബുജി എഴുതി വെച്ചിരുന്നത്. ഒരിക്കലും അത് വായിച്ചിട്ട് നടപടി ആവില്ല എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാമെന്നുള്ളൊരു ധാരണയിൽ ഇറങ്ങിയതാണ്. കേരളത്തിൻ്റെ അങ്ങേ തല തൊട്ട് ബോണേക്കാട് തൊട്ട് ലൊക്കേഷൻ ഹണ്ടിങ് തുടങ്ങി മറയൂർ തൊട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും കറങ്ങി തിരിഞ്ഞ് നെല്ലിയാമ്പതിയുടെ ഉൾക്കാടുകളിലൊക്കെ തപ്പി അവസാനം ഞങ്ങൾക്ക് പറ്റിയ അദ്ദേഹം എന്താണോ എഴുതി വെച്ചത് അതിൻ്റെ
പൂർണ്ണമായിട്ടും ഉള്ള ഒരു സിനിമ. ഒരിക്കലും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വായിക്കുമ്പോൾ ആ പടം തിയേറ്ററിൽ കാണുമ്പോൾ ഒരിക്കലും സംതൃപ്തി തോന്നാറില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 100 ദിവസം കൂടിയ പടമായിരിക്കും, സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും. പക്ഷെ ഒരു മേക്കർ അതിൻ്റെ പിന്നണിയിലുള്ള ആൾക്ക്, കാരണം ഈ ഫസ്റ്റ് വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അതുപോലെ ഒരിക്കലും ഞങ്ങൾക്കത് പൂർണ്ണതയിൽ കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ആ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുക. പക്ഷെ കാണുന്ന ആളുകൾ അത് ഫ്രഷായിട്ട് കാണുന്നു. അതിൻ്റെ ബാക്കിൽ അതിന് നമ്മൾ പ്ലാൻ ചെയ്തത് ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് എന്ത് വായിച്ചോ അതിൻ്റെ 10 മടങ്ങ് മുകളിൽ ആ തിയേറ്ററിൽ കണ്ടപ്പോൾ അത് സാധിച്ചു. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കട്ടക്ക് കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. എന്ത് പറഞ്ഞാലും അത് ഓക്കെ ആണെങ്കിൽ അത് എന്ത് ചോദ്യമോ. നല്ലൊരു അനുഭവമല്ല. ഞാൻ ഈ ഷാഫിക്ക് പറഞ്ഞില്ലേ, നമ്മള് കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെ താനെ നിന്നുപോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്കൊരു വരവുണ്ട്. ഇതിന് റെയർ വ്യൂ മിററും ഇല്ല, നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇതും ഇല്ല. അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ട് ഇക്കടെ അടുത്ത് പറയും, അത് ഈ ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട്. ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് അറിയുന്നത് പണി പാളി അപ്പം ചാടിപ്പോന്ന് പറയും ചാടാം. ഇതാണ് കാരണം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, പിന്നെ നമ്മളൊരു ധൈര്യമാണല്ലോ, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്കിലത്തെ ഈ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. കാരണം അത് നമുക്ക് സംഭവിച്ചു പോയത്. അത് നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറമാൻമാർ, അത് ക്യാമറ അസിസ്റ്റന്റ് മറ്റേ അദ്ദേഹം അസോസിയേറ്റഡ്, അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും ഇവിടെ ഇല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം അങ്ങനത്തെ ഓരോരോ വഴികളാണ്. എയർപിൻ വെള്ളം മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് കാണാമല്ലോ, എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താമെന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഗിയറും ഇല്ല, സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിനെ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ രണ്ടും കുഴപ്പമായിരുന്നു. അതെ, അതൊരു നല്ല അനുഭവമല്ല, പക്ഷേ വാസ് വെരി ചാലഞ്ചിങ്. പടം കാണാത്തൊരു അല്ല വേണ്ട. ബാബുവിന് പക്ഷെ അറിഞ്ഞില്ല, അത് നിർത്തിയപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത് റിയാലിറ്റിക്ക് വേണ്ടി റിയലിസ്റ്റിക് ആക്കാൻ ചെയ്തതാണോ? അതല്ല, ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ? അത് ശരി, ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നില്. ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, കാർ ഡയലോഗ്സ് അല്ലേ, ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നിൽ ഒളിഞ്ഞിരിക്കുക നല്ലൊരു അനുഭവമായിരുന്നു. ആ കാർ ഓടിച്ചോണ്ട് വരണ്ടേണം വരാൻ, നടക്കൂല. പേര് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ടൈറ്റിൽ റെവല്യൂഷൻ്റെ ടൈം വരെ പേര് ഒന്നും കിട്ടാതെ കുറേ നിങ്ങൾ എന്ത് പേര് കൊടുക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റാണ് ഓക്കെ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നെയിം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രേക്ഷകനെ എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ എക്കോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് ഇട്ടതിൽ അതിൽ ഫസ്റ്റത്തെ പേരാണ്. ഞാൻ ആദ്യം ഒരു ദിവസം ബാബുവിനോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ പേര് പറയുന്നു, ബാബു പേര് വേണ്ടത് ഇത് മറ്റുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ഞാനൊരു അല്ലേ കാഷ്വലായിട്ട് അവിടെ എക്കോ പോലെ ഒരു പേര് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് എക്കോ പറ്റുമല്ലോ, നമ്മളെ കുറച്ച്
റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. അപ്പം നോക്കുമ്പോൾ എക്കോ എന്നുള്ള വേറെ ലാംഗ്വേജിലുള്ള മീനിങ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടമായിട്ട് കുറേ കണക്ട് ചെയ്യുന്ന കുറേ വേർഡുകളുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ എക്കോ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു പ്രൊണൗൺസിയേഷൻ ഈ കെ എന്ന് ഇട്ടാൽ കുറച്ചും കൂടി അതിനൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തോന്നിയത്. എന്നാൽ അങ്ങനെ പിടിക്കാം എന്നാൽ അത് കൂടി കണ്ടെന്ന് പറയും. ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഹൗ ഇറ്റ്സ് പ്രൊണൗൺസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുക. അപ്പൊ അതിൽ ഈ കെയുടെ മേലെ ആ വര കണ്ടപ്പോൾ എല്ലാ അതിഥികളും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യണമെന്ന് പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. Thank you all to me.